ഹല്ലേലൂയ. ഈശോയെ കരുണയായിരിക്കണമേ. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, വചനാഭിഷേകത്തിലേക്ക് സ്വാഗതം. ഇന്ന് പരിശുദ്ധാത്മാവ് നമുക്ക് നൽകിയിരിക്കുന്ന തിരുവചന ഭാഗം വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 13-ാം അധ്യായത്തിൻ്റെ 1-2 തിരുവചനങ്ങളാണ്. ദൈവത്തിൻ്റെ ജീവിക്കുന്ന വചനങ്ങൾ ഇപ്രകാരം വെളിപ്പെടുത്തിയിരിക്കുകയാണ്. യേശു ദേവാലയത്തിൽ നിന്ന് പുറത്തു വന്നപ്പോൾ ശിഷ്യന്മാരിൽ ഒരുവൻ പറഞ്ഞു, ഗുരു നോക്കൂ, എത്ര വലിയ കല്ലുകൾ, എത്ര വിസ്മയകരമായ സൗധങ്ങൾ. അവൻ പറഞ്ഞു, ഈ മഹാസൗധങ്ങൾ നിങ്ങൾ കാണുന്നില്ലേ? എന്നാൽ ഇവയെല്ലാം കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ തകർക്കപ്പെടും. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഇന്നേ ദിവസം നമ്മൾ തിരുവചനം ധ്യാനിക്കുമ്പോൾ കർത്താവായ ഈശോയുടെ മുമ്പിൽ തൻ്റെ ശിഷ്യന്മാർ പറയുകയാണ്, ജെറുസലേം ദേവാലയത്തിൻ്റെ മനോഹാരിത കാണിച്ചിട്ട് പറയുകയാണ്, ഗുരു നോക്കൂ, എത്ര വലിയ കല്ലുകളാണ്, എത്ര മനോഹരമായ സൗധങ്ങളാണ്. അപ്പോൾ ഈശോ പറഞ്ഞൊരു കാര്യം ഇതാണ്, ഈ മഹാസൗധങ്ങൾ നിങ്ങൾ കാണുന്നില്ലേ? എന്നാൽ ഇവയെല്ലാം കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ തകർക്കപ്പെടും. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഈ ലോകത്തിൻ്റെ ഭൗതിക സമ്പത്ത് നശ്വരമാണ്. എന്നാൽ നശിക്കാത്ത ഒരു രക്ഷകനാണ് കൂടെയുള്ള ബോധ്യം പലപ്പോഴും ശിഷ്യന്മാർക്ക് അറിയില്ലായിരുന്നു. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, ഈ നശിക്കുന്ന ദേവാലയം, ഈ ഭൗതികമായ ദേവാലയം എല്ലാം നശിക്കും, പക്ഷേ നശിക്കാത്തൊരു ദേവാലയം കൂടെയുള്ളത് തിരിച്ചറിയാത്ത ശിഷ്യന്മാരോട് പറയുകയാണ്, ഈ ജെറുസലേം ദേവാലയത്തിൻ്റെ കല്ലുകളും ഈ കെട്ടപ്പെട്ട പണികളുമെല്ലാം നശിക്കും, എന്നാൽ നശിക്കാത്ത രക്ഷകനായ നിത്യരക്ഷകൻ കൂടെയുള്ളത് തിരിച്ചറിയണം എന്ന് ഈശോ പറയുകയാണ്. ഹല്ലേലൂയ. അതായത് ഈ ലോകത്തിൻ്റെ ഭൗതിക സമ്പത്തെല്ലാം നശ്വരമാണ്, എന്നാൽ നശിക്കാത്ത ഒരു നിത്യജീവൻ സ്വർഗത്തിലുണ്ട്. ആ നിത്യജീവൻ്റെ ഉടയവനാണ് കർത്താവായ യേശു ക്രിസ്തു. ഹല്ലേലൂയ. വീണ്ടും നമുക്കറിയാം, അതായത് വിശുദ്ധ പൗലോസ്ലീഹ 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൻ്റെ 19-ാം തിരുവചനത്തിൽ ദൈവത്തിൻ്റെ വചനം ഇപ്രകാരം വെളിപ്പെടുത്തിയിരിക്കുകയാണ്, ഈ ജീവിതത്തിന് വേണ്ടി മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിട്ടുള്ളവരാണെങ്കിൽ നമ്മൾ എല്ലാ മനുഷ്യരെക്കാൾ നിർഭാഗ്യരാണെന്നാണ് വിശുദ്ധ പൗലോസ്ലീഹ പരിശുദ്ധാത്മാവ് നിറഞ്ഞു പറഞ്ഞത്. അതായത് ഈ ലോകത്തിൻ്റെ ഭൗതിക സമ്പത്തെല്ലാം നശ്വരമാണ്, എന്നാൽ നശിക്കാത്ത അനശ്വരമായ നിത്യജീവൻ്റെ ഉടയവനായ കർത്താവായ ഈശോ നമ്മുടെ കൂടെയുണ്ടെന്നുള്ളൊരു ബോധ്യം നമുക്ക് വേണം. ഹല്ലേലൂയ. അതിനുവേണ്ടി നമുക്ക് ഇന്ന് ലോകം മുഴുവൻ അർപ്പിക്കുന്ന പരിശുദ്ധ കുർബാനയിൽ ദിവ്യകാരുണ്യ ഈശോ ഏറ്റവും ഭക്തിയോടെ നമുക്ക് സ്വീകരിക്കാം. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ആമേൻ.